വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം കേട്ടോ. യാമിനെ റോവലിനൊക്കെ ഒന്ന് കാണിക്കാണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ രണ്ടുപേർക്കും ഡെയിലി യൂസിനുള്ള ഡ്രസ്സ് കൊടുക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവർക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. റോവല് ഡ്രസ്സ് ചെയ്തിട്ടും എനിക്ക് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. പൊരി വാ, പൊരി വാ റോവൽ, സമയമായി വാ ഇങ്ങോട്ടോക്ക്. 8:30 വാ പൊരി കം. സമയം 7:30. ഞങ്ങൾ പോവാണേ. ഞങ്ങൾ പോവാണ് ഗൈസിലെ. അല്ലേ യാമി, ഞങ്ങൾ പോവല്ലേ? പോവാണെന്ന് പറ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ ബസ് വരാൻ വേണ്ടിയിട്ട്. അല്ലേ യാമി? ആണേ, ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇവിടെ വേറൊരാൾ. ഞങ്ങൾ നടന്നു വരുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ദൂരത്തുനിന്നേ കണ്ടതുകൊണ്ട് ബസ് കുറച്ചേരം വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് ഭാഗ്യത്തിന് ബസ് കയറാൻ പറ്റി. അങ്ങനെ ഇത്രയും നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഒ പിയിൽ നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എൻ്റെ കയ്യിൽ കുട്ടിയുള്ളത് കൊണ്ട് എന്നെ മുന്നിലേക്ക് ആക്കി തന്നു. അതുകൊണ്ട് ഒ പിന്ന് വേഗം രക്ഷപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ ഡോക്ടറെ വേഗം കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അപ്പോൾ റോവലിന് ഫുഡ് വേണ്ടാന്നാണ് പറയുന്നത്. റോവലിന് പൊറോട്ട വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മതി എന്നൊക്കെ പറയുന്നത്. കട്ട്ലേറ്റ് ഇവിടെ വൈകുന്നേരം ഉണ്ടാവുക, ഈവനിങ് ആയി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് നേരെ ഷോപ്പിങ്ങിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അല്ലേ റോവല? റോവലിന് ചുമയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സ്വന്തം ഷോപ്പിങ്ങിലേക്ക് പോയി. എന്തിനും ഞങ്ങൾ എവിടെയാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ വരാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കും മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള എല്ലാ സാധനങ്ങളും, വെഡ്ഡിങ് ആയാലും ഫാൻസി ആയാലും എല്ലാ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് കളിച്ചാൽ നമുക്കുള്ള വേണ്ട സാധനങ്ങൾ ആ ഷോപ്പിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നിനും പുറത്തേക്ക് പോകണ്ട. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകാറുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സമയത്തൊന്നും ഒറ്റ കസ്റ്റമേഴ്സും ഇല്ലേ. ഞങ്ങൾ ആ ഫസ്റ്റ് ടൈം പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഡോക്ടറെ അവിടെ കാണിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആരും ഇല്ലാലോ, ഇതെന്താ ആരെയും കാണാത്ത, സ്റ്റാഫായാലും എല്ലാവരെയും ഒന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇതെന്താ ആരും ഇല്ലാത്തത്. ഫോൺ നോക്കുന്നൊരു ടൈമൊന്നും ആയിട്ടുണ്ടായില്ല അത്ര. അതായത് കസ്റ്റമേഴ്സ് വരാനുള്ള ടൈം ആയിട്ടേ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ വന്നത്. അപ്പോൾ അവിടെ ആണെങ്കിൽ സ്റ്റാഫെല്ലാം ക്ലീൻ ചെയ്യുന്ന ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാണ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടിച്ച് പൊടിയൊക്കെ പാറി ആകെ തെറ്റൊഴിച്ച്. യാമി യാമി ഡ്രസ് എടുക്ക് റോവലെ. ടാറ്റാ ബബായ് പറ. ബബായ് ബബായ് ബബായ്. ഇറങ്ങ്, താഴെ ഇറങ്ങ്, എന്നെ വിട്. യെസ്, അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിരിക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അവിടെ കയറിയ പാടെ തന്നെ ഞാൻ ഡ്രസ്സ് ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ആ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ പെട്ടുപോയത് എന്താ വെച്ചാൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കവർ എടുക്കാൻ മറന്നു ഗൈസ്. പിന്നെ ആ ബസ് തിരിച്ച് വരുന്നവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ഭാഗ്യത്തിന് ബസ്സിൽ തന്നെ സാധനം ഉണ്ടായിരുന്നു, അവിടെ തന്നെ വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗൈസ് വീട്ടിലെത്തി ആകെ ടയേർഡായി. ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവർക്കുള്ള ഡ്രസ്സ് കൊടുത്ത് വന്നപ്പോൾ തന്നെ ആകെ ടയേർഡായിട്ടുണ്ട്. യാമി ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ യാമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാമി ഉറങ്ങിയതിന് ഞാൻ യാമിനെ കാണിച്ചു കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് യാമി എണീച്ചു. യാമി ഹായ് പറയ്. യാമി ഹായ്. ഉറങ്ങി ഇപ്പോ ഞാന്. യാമി ഉറങ്ങി റോവന്റെ സൗണ്ട് കേട്ടിട്ട് എണീച്ചതാ ഗൈസ്. ഇവിടെ ഉണ്ടായ പേരക്കാണ് ഗൈസ്. ഇവിടെ ഉള്ള മരത്തിലുണ്ടായ പേരക്കാണ്. അപ്പൊ അത് പറിച്ചതാന്ന് തോന്നുന്നു. ദുപ്പിലിടാൻ വേണ്ടിട്ട് നീ ഇപ്പൊ പറപ്പിച്ചതാ? എന്തിന്? ഇത് ചെറിയ പേരക്കല്ലേ, ഇത് വലുതായിക്കൊന്നുമില്ല ഗൈസ്. ഇങ്ങനെ ചെറിയ പേരക്ക പറിച്ചോണ്ടെന്ന വലുതായി നല്ലോണം വലുതാവുന്ന പേരക്കയാ. എവിടുന്നാ പറിച്ച? ഇവിടെ ഇഷ്ടം പോലെ പേരക്ക ഉണ്ടായിട്ടുണ്ട് ഗൈസ്. കണ്ടോ? ഇത് ഇനിയും വലുതാവാനുണ്ടല്ലോ. ഇത് വലുതാവാനായി അതോട്ട് മോളില് കൊറേ പേരൊക്കെ ഞാൻ 1 2 4 ഓക്കെ. ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ. ഇത് ജാമ്പക്കന്റെ മരമാണ്. വലിയ ജാമ്പക്കറ്റാണെന്ന് തോന്നുന്നു. ഞാൻ പറയട്ടെ ഇതാ നമ്മളെഴുത്തൂരാ കൊറേ മരമുള്ള വീട്. കുറച്ചായിക്കൊണ്ട് നമ്മളെഴുത്തൂര് കൊറേ മരം നമ്മള് നിരത്തി വെച്ചില്ലേ? അതെല്ലാം നല്ല മരമുണ്ട്. ആ ഉണ്ടാവാനായിട്ടല്ലോ. അല്ല അപ്പാണെത്തി ഇതാ വടക്കേരപ്പാണായാൽ ഞാൻ എനിക്ക് കാറല്ലോ ഓടിയാണ്ട് റോഡ് മുന്നിൽ. പിന്നെതാ പട്ടന്റെ മരം പൂവിട്ടിക്ക് ഗൈസ്. ഈ പൂവ് ഉപയോഗിക്കുമോ ഓരോരുത്തർ വീട്ടിൽ? എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് ഈ മരമൊക്കെ കാണുന്നത്. ഇതിൻ്റെ പൂവൊക്കെ യൂസ് ചെയ്യുമോ? ഇത് കറുവപ്പട്ടേൻ്റെ മരമാണ്. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ് ഒക്കെ ഉണ്ട്. ജാമ്പക്ക, ആപ്പിൾ ജാമ്പക്ക ഇട്ടാണെന്ന് തോന്നുന്നു. കുറേ പൂവിട്ടിണ്ട്. പേരക്ക ഉപ്പിലിട്ടത്. തിന്നോ? ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണേ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം ടേസ്റ്റ് ഉണ്ടെങ്കിൽ. കുടിക്കരുത്, സുർക്ക കുടിക്കാൻ പറ്റൂല. കുടിക്കണ്ട. ഇനി കുടിക്കരുതേ. ആ പേരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി. ഇപ്പം ഇട്ട് കാണും, ഉപ്പിലിട്ട് കാണും. അപ്പത്തേക്ക് അടിപൊളി.